ഇത്തവണ ഹജ്ജിനിടെ മരിച്ചത് 60-ലേറെ ഇന്ത്യക്കാരാണ്. 15 മലയാളി ഹാജിമാരും ഇതുവരെ മരിച്ചു. മരിച്ചവരിൽ ഭൂരിഭാഗവും പ്രായമേറിയവരും ചികിത്സയിലുള്ളവരുമാണ്. കനത്ത ചൂട് ഇത്തവണ ആരോഗ്യ പ്രയാസങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നു. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, നിരവധി മരണം, അത് മലയാളികൾ ഉൾപ്പെടെ മരണപ്പെടുകയുണ്ടായി. ഇവരുടെ ഖബറടക്കമെല്ലാം പൂർത്തിയായോ? മറ്റ് വിവരങ്ങൾ കൂടി. ഹജ്ജിനായി ഈ വർഷത്തെ ആദ്യ സംഘം സൗദി അറേബ്യയിൽ വിമാനമിറങ്ങിയ ശേഷം മുതൽ ഇതുവരെ മരണപ്പെട്ട ആളുകളുടെ കണക്കാണ് ഈ 60-ലേറെ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ മാസം 9-നാണ് ആദ്യ ഹാജിമാരുടെ സംഘങ്ങൾ സൗദിയിൽ എത്തിയത്. സ്വകാര്യ ഗ്രൂപ്പുകാരും അതിനു മുമ്പേ തന്നെ എത്തിയിരുന്നു. ഇങ്ങനെ സ്വകാര്യ ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലും എത്തിയ ഹാജിമാരുടെ ആകെ മരണസംഖ്യയാണ് ഈ 60-ൽ-ഏറെ എന്ന് പറയുന്നത്. ഇതിൽ 15 മലയാളി ഹാജിമാരും ഉൾപ്പെടും. അതായത് സ്വകാര്യ ഗ്രൂപ്പും സർക്കാർ ഗ്രൂപ്പും ഉൾപ്പെടെ 15 മലയാളി ഹാജിമാരും ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രായമേറിയവരും ചികിത്സയിൽ നേരത്തെ തന്നെ തുടരുന്നവരും നേരത്തെ പലവിധ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നവരുമാണ് ഈ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഉള്ളത്. എന്നാൽ അതല്ലാത്ത രീതിയിൽ ഹറഫയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചവരും അതോടൊപ്പം തന്നെ തളർച്ചയെ തുടർന്ന് മരണപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെ ആകെ ഇതുവരെ മരണപ്പെട്ടത് 60-ലേറെ ഹാജിമാരാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം കൂടുതലാണ് ഇത്തവണത്തെ മരണസംഖ്യ. അതിന് പ്രധാനപ്പെട്ട കാരണമായത് കാലാവസ്ഥയാണ്. കാരണം ഇത്തവണ കനത്ത ചൂടാണ് മക്കയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടതും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. അറഫ ദിനം കഴിഞ്ഞ് തൊട്ടടുത്ത ദിനമായ ഇന്നലെ ഏതാണ്ട് 51 ഡിഗ്രി സെൽഷ്യസ് വരെ മക്കയിലെ താപനില എത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു താപനിലയിലാണ് ഹാജിമാർ മിനായിലെ തമ്പുകളിൽ നിന്നും കഅബക്കരികിലേക്ക് പോകുന്നതും തവാഫ് കർമ്മം പൂർത്തിയാക്കുന്നതും അതിനുശേഷം മിനായിലേക്ക് തന്നെ തിരികെ എത്തുന്നതും. അതിനിടയിൽ ഏതാണ്ട് 10 മുതൽ 12 കിലോമീറ്റർ ദൂരം വരെ ഹാജിമാർ കുറഞ്ഞ ദൂരം അവർ സഞ്ചരിക്കുന്നുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ ദൂരം ഒരു പക്ഷേ അവർക്ക് 12 കിലോമീറ്റർ എങ്കിലും സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഈ യാത്രക്കിടയിൽ പലപ്പോഴും പലരും രോഗികളായ ആളുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ആരോഗ്യപരമായ പ്രയാസങ്ങൾ ഉള്ളവരുണ്ടാകും. ഇതിനിടയിൽ ഇവർ വഴിതെറ്റിപ്പോകും. ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നവർ ഒരു പക്ഷേ ഒരുപാട് അലഞ്ഞ ശേഷമായിരിക്കും തമ്പുകളിലേക്ക് തിരികെ എത്തുക. ഇതിനിടയിൽ തളർന്നു വീഴുന്നവരുണ്ട്. ഇങ്ങനെ പല ആളുകൾ ചികിത്സയിൽ നിലവിൽ തുടരുന്നവരുമുണ്ട്.